പൂമ്പാറ്റകളൊക്കെ അതിൻ്റെ ആ വർണ്ണ ചിറകിനുള്ളിൽ നമ്മൾ പൂമ്പാറ്റകളൊക്കെ അതിൻ്റെ ആ വർണ്ണച്ചിറകിനുള്ളിൽ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട എത്രയെത്ര സത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നറിയാമോ? വിരൂപമായൊരു പുഴുവാണ് നമ്മളിന്ന് കാണുന്ന മനോഹരമായ പൂമ്പാറ്റയായത്. മാറ്റമെന്ന പ്രപഞ്ച നിയമത്തെ ഇതിലും മനോഹരമായി ഈ ലോകം നമ്മളെ എങ്ങനെയാണ് പഠിപ്പിക്കുക? ഇരുളടഞ്ഞു പോയ നമ്മുടെ ചില അവസ്ഥകളെപ്പോലെ ആ പുഴു അതിൻ്റെ കൊക്കൂണിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഒരു കാലത്തിൻ്റെ ബാക്കിയാണ് നമ്മൾ കാണുന്ന ആ ഭംഗി. പരാജയങ്ങളും ഏകാന്തതയും ഒക്കെ നമ്മളെയും ശ്വാസം മുട്ടിക്കും, നമ്മളെയും ഇരുട്ടിലാക്കും. ആ പുഴുവിനെ പോലെ ഒരു തപസ് നമുക്കും വേണം. സ്വയം ബന്ധനത്തിലായി കരുത്താർജിക്കുന്ന തപസ്. എല്ലാത്തിൽ നിന്നും തൽക്കാലം ഒന്നൊഴിഞ്ഞു മാറി അവനവനിലേക്കൊതുങ്ങി കരുത്താർജിക്കണം. ഒരു പുനർജന്മത്തിനുള്ള കൊടും തപസ്. അവിടെ നമ്മളെ സ്വയം പുതുക്കി പണിയണം. പുഴു ജീവിതം അവസാനിക്കുന്നിടത്താണ് പൂമ്പാറ്റ എന്ന പുനർജന്മം. ചില അവസാനങ്ങളൊക്കെ മനോഹരമായ ചില തുടക്കങ്ങളാണ്. ആരും കൈവെള്ളയിൽ വെച്ചു തരുമെന്ന് വെറുതെ കാത്തിരിക്കാതെ പരിശ്രമിക്കണമെന്നു മാത്രം. കൊക്കൂണിനുള്ളിൽ ആ പുഴു ശ്വാസം മുട്ടുമ്പോൾ സഹതാപം തോന്നി നമ്മളതൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ എന്താവും അവസ്ഥ? അത് സ്വയം പരിശ്രമിച്ച് പുറത്തു വരുമ്പോഴേ പൂമ്പാറ്റയാവുന്നുള്ളൂ. സഹനത്തിൻ്റെ ഒടുവിൽ സംഭവിക്കുന്ന സൗന്ദര്യത്തിൻ്റെ ഉദയമാണ് ഓരോ പൂമ്പാറ്റയും, പിന്നെ ചില മനുഷ്യരും. തളർന്നു പോകാൻ വളരെ എളുപ്പമാണ്. ചിറക് വിരിച്ച് പറക്കണമെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കണം. സഹനത്തിന് മനസ്സുണ്ടാകണം. അവസാനിച്ചുവെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നിടത്ത് നമ്മൾ പുതിയതിൻ്റെ ആരംഭം കുറിക്കണം. അങ്ങനെ ഉയർന്നു പറക്കുമ്പോൾ തളർത്താൻ ശ്രമിച്ചവർ തന്നെ തല ഉയർത്തി നോക്കിക്കോളും. ആയുസ് കുറവായിട്ടും ആവോളം ആസ്വദിച്ച് ചുറ്റുപാടിനെ പോലും മനോഹരമാക്കുന്ന പൂമ്പാറ്റകളെ പോലെ ജീവിതത്തിലെ ഓരോ നിമിഷവും സ്വയം മനോഹരമാക്കാം നമുക്ക്. ഓരോ നിമിഷവും ആസ്വദിക്കാം. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി. ഒരു രാജ്യത്തെ രാജകുമാരിയുടെ സ്വയംവരം നടത്താൻ തീരുമാനിച്ചു. രാജകുമാരിക്ക് ഒരു നിബന്ധനയുണ്ടായിരുന്നു. തന്നെ വിവാഹം കഴിക്കുന്ന ആൾ 1 മുതൽ 20 വരെ എണ്ണണം. ആ എണ്ണത്തിൽ ഈ സകല ലോകവും ഉൾപ്പെടുകയും വേണം. അല്ലാത്ത പക്ഷം 20 ചാട്ടവാർ അടി ലഭിക്കും. രാജാക്കന്മാർക്ക് മാത്രമാണ് സ്വയംവരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നത്. അങ്ങനെ പല ദേശങ്ങളിൽ നിന്ന് രാജാക്കന്മാരെത്തി. അവർക്കായി മധുര പലഹാരങ്ങൾ നിറഞ്ഞ വിരുന്നൊരുക്കി. ആദ്യം അവരെല്ലാം വിരുന്നാസ്വദിച്ചു. പിന്നീട് സ്വയംവരം തുടങ്ങി. രാജാക്കന്മാർ ഓരോരുത്തരായി എത്തി 1 മുതൽ 20 വരെ എണ്ണാൻ തുടങ്ങി. പക്ഷേ സകല ലോകവും ഉൾപ്പെടുത്തിക്കൊണ്ട് എണ്ണം തികയ്ക്കാൻ അവർക്കാർക്കും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ രാജകുമാരി തൃപ്തയായില്ല. എല്ലാവരും ചാട്ടവാറടി ഏൽക്കേണ്ടിയും വന്നു. ചില രാജാക്കന്മാർ പറഞ്ഞു, എന്ത് വിഡ്ഢിത്തമാണിത്, ഇതെങ്ങനെ എണ്ണിത്തീർക്കും? രാജകുമാരിക്ക് ഭ്രാന്താണ്. ഇതെല്ലാം കണ്ടുനിന്ന ഒരു മിഠായി കച്ചവടക്കാരൻ ഇങ്ങനെ ചോദിച്ചു, രാജാക്കന്മാരെ, നിങ്ങൾക്ക് 20 വരെ എണ്ണാൻ പോലും അറിയില്ലേ? ഇത് കേട്ട് എല്ലാവരും കോപിച്ചു. രാജാവ് പറഞ്ഞു, നിനക്ക് എണ്ണാൻ അറിയാമെങ്കിൽ എണ്ണിക്കാണിക്കും. പക്ഷേ തെറ്റിപ്പോയാൽ കടുത്ത ശിക്ഷ ലഭിക്കും. അയാൾ വിനീതനായി ചോദിച്ചു, ഞാൻ എണ്ണിത്തീർത്താൽ രാജകുമാരി എന്നെ വിവാഹം കഴിക്കുന്നു. ഞാൻ രാജകുടുംബത്തിൽപ്പെട്ട ആളല്ല. രാജകുമാരി മറുപടി പറഞ്ഞു, നിനക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും ഞാൻ വിവാഹം കഴിക്കും. പക്ഷേ സാധിച്ചില്ലെങ്കിൽ കഠിന ശിക്ഷ ലഭിക്കും. രാജാവിന്റെ അനുവാദം വാങ്ങി അയാൾ എണ്ണി തുടങ്ങി. 1 ദൈവം, 2 പക്ഷങ്ങൾ, 3 ലോകങ്ങൾ, 4 യുഗങ്ങൾ, 5 പാണ്ഡവർ, 6 ശാസ്ത്രങ്ങൾ, 7 ദിവസങ്ങൾ, 8 ഖണ്ഡങ്ങൾ, 9 ഗ്രഹങ്ങൾ, 10 ദിക്കുകൾ, 11 രുദ്രന്മാർ, 12 മാസങ്ങൾ, 13 രത്നങ്ങൾ, 14 വിദ്യകൾ, 15 വിധികൾ, 16 ശൃംഗാരങ്ങൾ, 17 വനസ്പതികൾ, 18 പുരാണങ്ങൾ, 19 നീ, 20 ഞാൻ. എല്ലാവരും അത്ഭുതപ്പെട്ടു. രാജകുമാരി തന്റെ വാക്കു പാലിക്കുകയും അയാളെ ഇപ്പോഴത്തെ കുട്ടികളിൽ വരുന്ന ഒരു കാര്യം അതാണ്.
ഞാൻ സിസ്റ്റർ അനുഭവങ്ങൾ നമ്മെ ചിലത് പഠിപ്പിക്കും. ആരെയും വിശ്വസിക്കരുതെന്ന് ചില ചതികൾ പറഞ്ഞു തരും. എല്ലാവരും സ്വാർത്ഥരാണെന്ന് ചില മനുഷ്യർ ഉറപ്പിക്കും. ഇത്തരം അനുഭവങ്ങൾ എല്ലാവരിലും നിന്ന് അകന്നു നടക്കാനും ചുറ്റും സംരക്ഷണയുടെ മതില് കെട്ടാനും നമ്മെ പ്രേരിപ്പിക്കും. ചില നേരങ്ങളിൽ വാതിലടയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരാൾ വേദനിപ്പിച്ചതുകൊണ്ട് എല്ലാവരെയും അകറ്റി നിർത്തണോ? ഒരു ബന്ധം തകർന്നതുകൊണ്ട് സ്നേഹത്തെ ആകെ സംശയിക്കണോ? കാരണം എന്നേക്കുമായി വാതിലടയ്ക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി പോകുന്നല്ലോ. അടഞ്ഞ വാതിൽ കടന്ന് ഇനി ആരും മുറിപ്പെടുത്താൻ വരില്ലായിരിക്കും. പക്ഷേ സുഖപ്പെടുത്താനും ആർക്കും വരാനാവില്ലല്ലോ. സ്തുതിയായിരിക്കട്ടെ. അനുഭവങ്ങൾ ലിജി ഉക്രൈനിൽ നിന്നും നമ്മൾ എവിടെ രാജേഷും വിമലും ഉറ്റ സ്നേഹിതരും ഒരുമിച്ച് ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുമായിരുന്നു. രാജേഷ് തൻ്റെ എല്ലാ സേവനങ്ങൾക്കും ഗുണഭോക്താക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിച്ച് ആഡംബര ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. വിമലാകട്ടെ സത്യസന്ധനായി വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിച്ചു പോന്നു. രാജേഷ് പലപ്പോഴും വിമലിൻ്റെ സൽ സ്വഭാവത്തെ പരിഹസിക്കുകയും അവനെ ഒരു ഭോഷനായി കണക്കാക്കി പരിഹസിക്കുകയും ചെയ്തിരുന്നു. രാജേഷിൻ്റെ മകന് 18 വയസ്സ് പൂർത്തിയാകുന്ന അവസരത്തിൽ വളരെ വില കൂടിയൊരു ബൈക്ക് രാജേഷ് സമ്മാനമായി നൽകി. ഒരു ദിവസം മദ്യലഹരിയിൽ അവൻ ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു വലിയ അപകടമുണ്ടായി. വളരെയേറെ പരുക്കുകളോടെ അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒന്നിലധികം മേജർ സർജറികൾ നടത്തേണ്ടി വന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതേ തുടർന്ന് ഭാര്യ ഒരു വിഷാദ രോഗിയാവുകയും രാജേഷ് ഒരു ഹൃദ്രോഗി ആവുകയും ചെയ്തു. അങ്ങനെ താൻ സമ്പാദിച്ച പണം മുഴുവൻ ചികിത്സയ്ക്കായി ചിലവാക്കി. തൻ്റെ വലിയ ബംഗ്ലാവ് വിറ്റ് ഒരു ചെറിയ പുരയിൽ താമസിക്കേണ്ടി വന്നു. ഒരിക്കൽ രാജേഷും വിമലും വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ രാജേഷ് പറഞ്ഞു, ഞാൻ ആകെ തെറ്റിപ്പോയി. എൻ്റെ മകൻ്റെ ഘാതകനാണ് ഞാൻ. പണസമ്പാദനത്തിലൂടെ ജീവിതം ഭദ്രമാക്കാമെന്ന് കരുതിയ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഭോഷൻ. ഇത് രാജേഷിൻ്റെ കഥ മാത്രമല്ല, അനേകരുടെ ജീവിതാനുഭവമാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ പാലിൽ വെള്ളം ചേർത്ത് വിറ്റിരുന്ന ഒരു പാൽക്കാരൻ്റെ കഥ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണപാഠം വെള്ളം കൊണ്ട് നേടിയത് വെള്ളത്തിൽ എന്നായിരുന്നു. ഇത് ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും ഒരു സത്യമല്ലേ? അന്യായമായി സമ്പാദിക്കുന്ന പണം ആർക്കാണ് ജീവിതത്തിന് അനുഗ്രഹമായിട്ടുള്ളത്? അങ്ങനെയുള്ള മിക്കവാറും എല്ലാവരും ലഹരികൾക്ക് അടിമകളും കുടുംബത്തിൻ്റെ വിനാശത്തിന് കാരണക്കാരാവുകയുമല്ലേ ചെയ്തിട്ടുള്ളത്. പണം കൊണ്ട് ജീവിക്കാം എന്ന് കരുതുന്ന എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയാണ്. എല്ലാവർക്കും മാപ്പ് നൽകാം. പക്ഷേ 2 തരം ആളുകൾക്ക് മാപ്പ് നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് നമ്മുടേതെന്ന് വിശ്വസിച്ചവർ, നമ്മെ വഞ്ചിച്ച് വിശ്വാസം തകർത്തവർ, നമ്മുടെ മനസ്സ് വേദനിപ്പിച്ചവർ. രണ്ടാമത്തെ കൂട്ടർ നമ്മുടെ നന്മയെ എപ്പോഴും ബലഹീനതയായി കണ്ടവരാണ്. കാരണം പലപ്പോഴും ഒരിക്കലും മായാത്ത മുറിവുകൾ തരുന്നത് നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ സ്വന്തം ആളുകളാണ്. അതുകൊണ്ട് നമ്മളെ വിശ്വസിച്ച് അവസരം നൽകിയവരെ ഒരിക്കലും വഞ്ചിക്കരുത്. അതുപോലെ നിങ്ങളെ വഞ്ചിച്ചവർക്ക് വീണ്ടും അവസരം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും മാപ്പ് നൽകാം. പക്ഷേ 2 തരം ആളുകൾക്ക് മാപ്പ് നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് നമ്മുടേതെന്ന് വിശ്വസിച്ചവർ. എങ്ങനെ ജീവിക്കുന്നോ അവിടെ ആ നിമിഷത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ആ ദിവസം
എൻ്റെ മകൾ ഒരിക്കൽ എൻ്റെ ബർത്ത്ഡേക്ക് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു മാറ്റർ ഹാപ്പി ബർത്ത്ഡേ അറിയിച്ചുകൊണ്ട് എനിക്ക് കാണിച്ചു തന്നത് ഇൻസ്റ്റഗ്രാമിൽ അവൾ കൊടുത്ത മെസ്സേജ് എനിക്ക് സമ്മാനമായി തന്നു. എനിക്ക് വളരെ സന്തോഷമായി ഇത് കണ്ടപ്പോൾ. ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു ഡയമണ്ടിൻ്റെ മാല എനിക്ക് തന്നിരുന്നെങ്കിൽ കൂടെ ഞാൻ ഇത്രയ്ക്കും സന്തോഷിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് അവൾ എനിക്ക് തന്ന ഒരു മെസ്സേജ് പോസ്റ്റ് ചെയ്തത്. I have always wondered, why do you two indulge in every other matter and find a solution or help every random person out doorstep? Growing up, I realized there aren't many people like you, and the world would be a much better place if everyone was as kind as you. I have my own doubt and questions surrounding religion, but the closest I felt to the notion of God is you. That smile, attagasam, lights up everyone. Happy birthday to the most Happy birthday to the most selfless and poorest soul I have met, my mom. ഇത് അവൾക്ക് ഇങ്ങനെ അട്ടഹസിക്കുന്നതായിട്ട് ആങ്ങളയുടെ മകൻ്റെ കല്യാണത്തിൻ്റെ പരിപാടിയിൽ തലേദിവസത്തെ പരിപാടിയിൽ കുടുംബാംഗങ്ങൾ പങ്കെടുത്തതിൽ എന്തോ കാര്യത്തിന് വേണ്ടി പങ്കെടുത്തതിൽ ഞാൻ ചിരിക്കുന്നതാണ്. ഈ ഫോട്ടോ അവളത് സൂക്ഷിച്ച് ഇങ്ങനെ ഒരു മാറ്ററും വിട്ടത്. അട്ടഹാസം. മെർലീന, എൻ്റെ രണ്ടാമത്തെ മകള്. സെപ്റ്റംബർ 29 എൻ്റെ ബർത്ത്ഡേ. 2020 സെപ്റ്റംബർ 29. 6 കൊല്ലങ്ങൾക്ക് മുൻപ് എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഈ മെസ്സേജ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ 4 വരി എഴുതി വിടുമെന്ന്. എന്തെങ്കിലും മാതാവിൻ്റെ രൂപമോ കർത്താവിൻ്റെ കുരിശോ അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നെ അതിശയിച്ചുകൊണ്ടാണ് ഇത് വിട്ടത്. സന്തോഷം തോന്നി. മകൾ എന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്ന് ഓർത്ത് ഒരു സന്തോഷം മനസ്സിലുണ്ടായി. എല്ലാവർക്കും നല്ലത് വരട്ടെ, നിർത്തട്ടെ, നന്മ വരട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്.